സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെ ആ സന്തോഷം എല്ലാവരോടും എല്ലാവർക്കും പകരുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഇൻഡിപെൻഡൻസ്, ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നമുക്ക് ആശ്വസിക്കാൻ അല്ലെങ്കിൽ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്കുറളിൻ്റെ മനോഹരമായ വരികളിലേക്ക് നമുക്ക് നീങ്ങാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അല്പം മോഹൻദാസ് സാറിനെയും. താങ്ക് യു സർ. തിരുക്കുറൾ അധ്യായം 60. ഊക്കം ഉടൈമൈ. മനോധൈര്യം. ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രാപ്തിക്ക് കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ചെയ്യുന്ന കർമ്മങ്ങളുടെ വിജയപ്രാപ്തിക്ക് വേണ്ടി മനസ്സ് എപ്പോഴും സന്നദ്ധമായി കൊണ്ടിരിക്കണം. കർമ്മങ്ങളിൽ വ്യാപരിക്കാനുള്ള മനോധൈര്യം സുപ്രധാനമാണ്. ചാരന്മാരിൽ നിന്നും മറ്റ് പ്രകാരനെയും അറിയുന്ന വസ്തുതകൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ മനസ്സ് അവയ്ക്കൊക്കെ ഉത്സാഹം നൽകുന്ന കേന്ദ്രമായി വർത്തിക്കണം. അതിനാൽ ചാരനിയോഗത്തിന്റെ തുടർച്ചയായി ഈ അധികാരം കവി പറഞ്ഞു വയ്ക്കുന്നു. ഉടയാർ எனப்படுவது ஊக்கம் அகுதில்லார் ഉടയരേനും ഉടയരുടെയോ മറ്റ്. உடையர் எனப்படுவது ஊக்கம். ஒருவர் பெற்றிருக்கின்றார் என்று சொல்லத்தக்க சிறப்பு உடையது ஊக்கமாகும். அகுது இல்லார், ஊக்கம் இல்லாதவர், உடையரோ மற்று, இல்லாதவர் வேறு எதை பெற்றிருந்தாலும் அதை ഉടയവർ ആവാരോ. കവി ഇവിടെ ചോദ്യം ചോദിക്കുകയാണ്. ഉടയർ, സമ്പന്നർ, ആദ്യത്തെ വാക്ക് எனப்படுவது എന്ന് വിശേഷിക്കപ്പെടുന്നത് ഊക്കം, ഊർജ സ്ഥിരതയാർന്ന മനോധൈര്യം ഉള്ളവരെ മാത്രമാണ്. ആദ്യത്തെ വരില്ല അവസാനത്തെ വാക്ക് അകതില്ലാർ, ആ വിശേഷ ഗുണം ഇല്ലാത്തവർ. രണ്ടാമത്തെ ആദ്യ വാക്ക് ഉടയത്, വേറെ എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും. ഉടയരോ മറ്റ്, യഥാർത്ഥത്തിൽ സമ്പന്നരാണോ എന്ന് കവി ചോദിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം അല്ല എന്നും പറയുന്നുണ്ട്. ഉള്ളവർ അഥവാ സമ്പന്നർ എന്ന് ഉറപ്പായി പറയാവുന്ന ഒരു കൂട്ടരേ ഉള്ളൂ മനോധൈര്യമുള്ളവർ. അതില്ലാത്തവർക്ക് മറ്റെന്തൊക്കെ ഉണ്ടായാലും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഓവർ. ചാപ്റ്റർ 60. ഊക്കമുടൈമൈ. കറേജ്, മനോധൈര്യം. കുറച്ചും കൂടി വിശാലമായി സമൃദ്ധമായ ധൈര്യം. ഇന്നത്തെ ദിവസത്തിന് ചേർന്ന ഒരു നല്ല വിഷയമാണിത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം, അതിനുവേണ്ടി പോരാടിയ ധീരന്മാർ, അവർ വലിയ ധൈര്യശാലികളായിരുന്നു. കാരണം സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിനെതിരെ വേണം പോരാടാൻ. അനേകം നാട്ടുരാജ്യങ്ങൾ, രാജാക്കന്മാർ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭാഷകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രാജ്യം എങ്ങനെ പോരാടും? അവിടെയാണ് ധീരദേശാഭിമാനികൾ രംഗത്ത് വന്ന് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കും. അതിന്റെ അനന്തരഫലമാണ് 1947 ഓഗസ്റ്റ് 15.
ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയം കൂടുതലായിട്ട് പഠിക്കാം. ധൈര്യമുള്ളവർ സമ്പന്നരാണ്. മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നാലും അതില്ലെങ്കിൽ അവർ ഡോക്ടർമാരാകാനോ മറ്റ് തുറകളിലോ ഒന്നിനും അർഹതയില്ലാത്തവരാണ്. അഭിനിവേശം കൈവശം വയ്ക്കുന്നതാണ് യഥാർത്ഥ സമ്പത്ത്. മറ്റെല്ലാ സമ്പത്തും ക്ഷണികമാണ്, അപ്രത്യക്ഷമാകും. സ്ഥിരമായ ഉത്സാഹമുള്ളവർ സമ്പത്ത് നഷ്ടപ്പെടുന്നതിൽ വിലപിക്കില്ല. അവർ ധനം സ്വയം എത്തിച്ചേരാനുള്ള വഴി കണ്ടെത്തും. ജലസസ്യം എത്ര ഉയരത്തിൽ വളരുന്നു എന്ന് നിർണയിക്കുന്നത് വെള്ളത്തിന്റെ ആഴമാണ്. മനുഷ്യൻ എത്ര ദൂരം പോകണമെന്ന് ഹൃദയത്തിലെ തീഷ്ണത നിർണയിക്കുന്നു. 591 കുറൽ മാത്രം എടുത്ത് ചിന്തിക്കുമ്പോൾ ഉടയ്യർ എനപ്പെടുവത് ഊക്കം അതില്ലാർ ഉടയ്യത് ഉടയ്യരോ മറ്റു ഉള്ളോർ മനധൈര്യമുള്ളോർ അതല്ലാതെയുള്ളോർ ഉടയവരാമോ. ധൈര്യം മാത്രമേ മനുഷ്യന് തൻ്റെതായി അവകാശപ്പെടാൻ കഴിയൂ. ഭീരുക്കളുടെ കൈവശമുള്ള വസ്തുക്കൾ അവരുടേതാണോ? മനോധീരത എന്നുള്ള ഗുണമേറെ വിശിഷ്ടമാം വ്യക്തിതൽ ഗുണമില്ലെങ്കിലൊന്നുമില്ലാത്ത മൂർത്തിയാം എന്ന് കവി പറഞ്ഞു വയ്ക്കും. ഓവർ. Thank you, sir. Crafted over 2000 years ago by the ancient Tamil poet Thiruvalluvar. The Tirukural is a collection of 1330 short couplets on ethics, politics, economics, and love. It is a cornerstone of Tamil literature, revered for its timeless wisdom and universal moral principles. Today, on August 15th, let us reflect on one of its core teachings from chapter 60, Courage. Those who have courage will never be disheartened, even when faced with overwhelming difficulties. This timeless verse reminds us that true strength lies not in the absence of fear, but in the unwavering spirit to persevere despite it. Thiruvalluvar's verse 591, man could claim only courage as his own. Do things possessed by cowards belong to them? Speaks directly to the essence of our nation's struggle for independence. The wealth, land, and power held by the British were not truly theirs. They were possessions taken by force from a people who were at that time unable to resist. The true and lasting legacy of a person or a nation is not what they own, but the courage they demonstrate in the face of injustice. Our freedom fighters like Mahatma Gandhi and Bhagat Singh understood this profoundly, showing us that courage is the only possession that truly belongs to us and cannot be taken away. On this Independence Day, let us remember that the real victory was not just reclaiming our land, but reclaiming our courage, which ultimately made us a free and sovereign nation. Thank you. குறள் 591. உடையர் எனப்படுதூக்கம் அதில்லார் உடையது உடையரோ മറ്റു. കുறൾ 592. മോനു സർ അൺമ്യൂട്ട് ചെയ്യണേ. உள்ளம் உடைமை உடைமை பொருளுடைமை நில்லாது நீங்கிவிடும்.
തിരുവള്ളുവർ ചില വാക്കുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ അമ്മാനം മാടുന്ന പോലെയാണ് ചില സന്ദർഭങ്ങൾ വരുന്നത്. ഒരേ വാക്കിന് അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അവിടെ വരുന്നുണ്ട്. അതിന് വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ തന്നെ ഒരേ വാക്ക് 3 അടുത്ത് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആകെ ഉള്ളത് 7 വാക്കേ ഉള്ളൂ. അതിൽ ഒരു വാക്ക് തന്നെ 3 അടുത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ മനോധൈര്യത്തിനാണ് ഉള്ളം. ഉയർന്ന ഉള്ളം എന്ന് പറഞ്ഞാൽ ഉയർന്ന മനസ്സ് അല്ലെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായ മനസ്സുള്ളവർ എന്നുള്ളതല്ല. ഇവിടെ ഉള്ളം ഉടൈമൈ ഉടൈമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അതെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉള്ളം ഉടൈമൈ ഒരുവർക്ക് ஊக்கமுடைமையே நிலையான உடைமையாகும். பொருளுடைமை மற்ற பொருளுடைமையானது நிலை பெயர் இல்லாமல் நீங்கி விடுவதாகும். നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഉള്ളം ഉടൈമൈ മനോധൈര്യം മാത്രമാണ്. ഉടൈമൈ ഒരുവന് യഥാർത്ഥമായ അഴിയാത്ത സമ്പത്ത്. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക്. പൊരുളുടൈമൈ ഭൗതികമായ സ്വത്തുക്കളെ എല്ലാം ഉണ്ടായിരിക്കുക എന്ന അവസ്ഥ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. നില്ലാതെ സ്ഥിരമായി നിലനിൽക്കാതെ നീങ്ങിവിടും അഴിഞ്ഞു പോകും, അവനെ വിട്ട് മാറിപ്പോകും. ചിത്തഫലമാണ് ശക്തവും ശാശ്വതവും, വിദ്യഫലമല്ല. മനോധൈര്യത്തിന് ഉടമയാവുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥത. അത് സ്ഥിരവും ദൃഢവുമാണ്. അത് ഉണ്ടെങ്കിൽ മറ്റെല്ലാം വഴിയെ ഉണ്ടായിക്കൊള്ളൂ എന്ന് കവി പറഞ്ഞു നിർത്തുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. എല്ലാവർക്കും 79ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 60. കുറൾ 592. ഉള്ളം ഉടമൈ പൊരുളുടൈമൈ നില്ലാതു നീങ്ങിവിടും. ചിത്തബലമഴിയാത്ത സമ്പത്ത് ധനമഹിമ നിൽക്കാതെ നീങ്ങിയൊഴിയും. മനധൈര്യം നശിക്കാത്ത സമ്പത്തെന്നും, മനധൈര്യം എന്ന് പറയുന്നത് നശിക്കാത്ത സമ്പത്തെന്നും ഒന്നാണെന്നും, ധനം നിലനിൽക്കാതെ നീങ്ങിയൊഴിയുന്ന ഒന്നാണെന്നും തിരുവള്ളുവർ ഈ കുറളിൽ ഓർമ്മിപ്പിക്കുന്നു. അല്ലയോ നൃപരെ, രാജ്യഭരണത്തിനാവശ്യം മനോബലം തന്നെയാണ്. മറ്റെല്ലാം അതിനുശേഷം പരിഗണിക്കാവുന്നതും മനഃശക്തിയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തൊക്കെ ഉണ്ടായാലും അവർ സമ്പന്നരല്ലാതാകുന്നതുമാകുന്നു. ഈ 59ാം അധികാരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ചാരന്മാരെ വീക്ഷിക്കുന്നതിനെ കുറിച്ചും മറ്റും പറഞ്ഞ തിരുവള്ളുവർ ഈ അധികാരത്തിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ കൊണ്ട് രാജാവ് മുന്നോട്ട് പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രാവീണ്യം നേടണമെന്നും പറയുന്നു. ഒരു മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ശ്വാസവായുവിനൊപ്പം മനോധൈര്യവും ആവശ്യമാണ്. മനസ്സിനെ വ്യതിചലിപ്പിക്കാതെ, യാതൊരു മുതലെടുപ്പിനും നിന്നുകൊടുക്കാതെ, കയ്യിൽ ആയുധമുണ്ടോ എന്ന് ചോദിച്ചാൽ തൻ്റെ ഉയരത്തെക്കാൾ നീളമുള്ള ഒരു വടിയൂന്നി നടന്നു നീങ്ങിയ ഗാന്ധിജിയിൽ മനോധൈര്യമാണ് ദർശിക്കാൻ കഴിയുക. സ്വാതന്ത്ര്യ സമര സേനാനികളെല്ലാം തന്നെ ഇന്നും രാജ്യരക്ഷാ കവചം തീർക്കുന്ന സൈനികരിലെ മനോധൈര്യം തന്നെയാണ് മനസമാധാനത്തോടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് തണലാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള ആപ്തവാക്യം നമുക്ക് ഓർക്കാം. അതുപോലെ കേരളത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ സംഭവങ്ങൾ, എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു മനോധൈര്യശാലിയെ കേരളത്തിൽ ഉണ്ടായതിൽ നമുക്ക് അഭിമാനിക്കാം. വർഷങ്ങൾ താണ്ടി സമരം നടത്തിയ കർഷകരുടെ ആവശ്യങ്ങൾ, അവകാശങ്ങൾ എന്നിവ നേടുന്നതിനായി വഴിയിൽ ഒരിടത്ത് തമ്പടിച്ചു കിടക്കുന്ന ഒരു കൂട്ടം സിഖ് കർഷകരിൽ നമ്മൾ മനോധൈര്യം ദർശിച്ചവരാണ്. മനഃശക്തി അഥവാ കരുളറപ്പ് എന്നത്
പണമുണ്ടെങ്കിൽ കിട്ടുന്നതല്ല. ആത്മവിശ്വാസവും മനോധൈര്യവും ഒപ്പത്തിനൊപ്പം പോകുന്ന അവസ്ഥകളാണ്. മനോധൈര്യം എന്തിനേയും മറികടക്കാനുള്ള ധൈര്യം നൽകുന്നു. രാജാക്കന്മാർ യുദ്ധത്തിൽ പലപ്പോഴും ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ടും മുറിവുകൾ ഏറ്റിട്ടും പിന്നോട്ടു പോകാത്തവരായി യുദ്ധത്തിലുടനീളം പങ്കെടുക്കുന്നത് അവരുടെ മനോധൈര്യം തന്നെ. ഈ മനോധൈര്യം കാത്തു സൂക്ഷിക്കാനാണ് തിരുവള്ളുവർ ഈ കുറളിലൂടെ രാജാക്കന്മാരോട് പറയുന്നത്. കുറൾ 592. ഉള്ളം ഉടൈമൈ പൊരുളുടൈമൈ നില്ലാതു നീങ്ങിവിടും. ചിത്തബലമഴിയാത്ത സമ്പത്ത് ധനമഹിമ നിൽക്കാതെ നീങ്ങിയൊഴിയും. താങ്ക് യു സർ. ഓവർ. Good evening to all. Happy Independence Day greetings. Tirukkural Part 2 Artha Chapter 60 Courage. Kural 592. Ullam udaimai പൊരുൾ ഉടൈമൈ നില്ലാതു നീങ്ങിവിടും. Permanent wealth of man is courage. Other riches fade away on stay. This Kural emphasizes that a strong mind and determined spirit are true and enduring wealth, while material possessions are fleeting and impermanent. It highlights the superiority of inner strength and resolve over external wealth, which can easily disappear. Key idea. This Kural advocates for cultivating inner strength and resilience as a more valuable and reliable form of wealth than material possessions. Thank you. Over, sir. കുറൾ 592. ഉള്ളം ഉടമൈ പൊരുളുടമൈ നില്ലാതെ നീങ്ങി നീടും. കുറൾ 593. ஆக்கம் ஏந்தேமென்று அல்லாவார் ஊக்கம் உருவந்தம் கைத்துடையார். ஊக்கத்தை உறுதியாக தம் கைப்பொருளாக உடையவர் ஆக்கம் இழந்துவிட்ட காலத்திலும் இழந்து விட்டோம் என்று கலங்க மாட்டார். വളരെ മനോധൈര്യത്തിന്റെ ഒരു സവിശേഷ ഗുണം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് കവി ഇവിടെ പറയുന്നത്. ആക്കം എഴുന്തേമെன்று അല്ലാവാർ ഊക്കം ഒരുവന്തം കൈത്തുടയാർ. അതില് രണ്ടാമത്തെ വരയിലെ ആദ്യത്തെ വാക്കെടുക്കാൻ ഒരു വന്തം സുസ്ഥിരമായ, ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് ഊക്കം മനോബലം, എന്നിട്ട് രണ്ടാമത്തെ വരയിലെ രണ്ടാമത്തെ വാക്ക് കൈത്ത് കൈയിരിപ്പുള്ള ധനമായി, രണ്ടാമത്തെ വരയിലെ അവസാനത്തെ വാക്ക് ഉടയാർ ഉള്ളവർ, മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും. ഇനി ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് ആക്കം സമ്പത്ത്, എഴുന്തേമെന്റ് ആദ്യ വരെ രണ്ടാമത്തെ വാക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്, അല്ലാവാർ മനസ്സിടിഞ്ഞ് ഉഴലുകയില്ല. അതായത് സുസ്ഥിരമായ മനോബലം, കയ്യിരിപ്പുള്ള ധനമായി ഉള്ളവർ മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് മനസ്സിടിഞ്ഞ് ഉഴലുകയില്ല. ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും മനോധൈര്യമുള്ളവർ അതേ ചൊല്ലി ദുഃഖിക്കുകയില്ല. അതും അതിലപ്പുറവും വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന ഉറച്ച മനോധൈര്യം അവർക്ക് മൂലധനമായി ഉണ്ടായിരിക്കും. ഓവർ. താങ്ക് യു സർ.
തിരുക്കുറൾ ഭാഗം 2, അധികാരം 60, കുറൾ 593. ആക്കം ഇഴന്തേമെൻറ്റു അല്ലാവാർ ഊക്കം ഒരു വന്തം കൈത്തുടയാർ. ധനമെല്ലാം പോകിലും ദുഃഖിച്ചിടാ ചിത്ത സ്ഥിരധൈര്യം കൈ മുതലായോർ. ഇവിടെ തിരുവള്ളുവർ ഈ കുറളിലൂടെ പറയുന്നത്, നമ്മുടെ കയ്യിൽ എത്ര തന്നെ ധനമുണ്ടായാലും, സമ്പത്ത് എത്ര തന്നെ ഉണ്ടായാലും, അത് പോകുമ്പോൾ ദുഃഖിച്ച് മനസ്സിൻ്റെ സമാധാനം ഇല്ലാതായി മനോധൈര്യം കെടുന്നവരാണ് അധികം പേരും. എന്നാൽ ഒരു രാജാവ് ശത്രുക്കളാൽ തൻ്റെ മുതലെല്ലാം, ധനമെല്ലാം കൊള്ളയടിക്കപ്പെട്ടാലും അതൊരു ദുഃഖമായി എടുക്കാതെ, അത് മനസ്സിൽ ഒരു വേദനയായും അതുപോലെ ഒരു പരാജയമായും നോക്കാതെ സമചിത്തതയോടുകൂടി ഇനിയും എനിക്ക് ഈ ധനം സമ്പാദിക്കാം എന്നുള്ള ആ ഒരു വിചാരത്തോടെ ധൈര്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമായിരിക്കും. ധനം വീണ്ടും സമ്പാദിക്കാനും കഴിയും. ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും മനോധൈര്യമുള്ളവർ അതേ ചൊല്ലി ദുഃഖിക്കുകയില്ല. അതും അതിലപ്പുറവും വീണ്ടും ഉണ്ടാക്കാമല്ലോ എന്ന ഉറച്ച മനോധൈര്യം അവർക്ക് മൂലധനമായി ഉണ്ടായിരിക്കും എന്നും ഇവിടെ ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നു. നമ്മൾ നമ്മുടെ ചരിത്രത്തിൽ കണ്ടതാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ മൊത്തം തന്നെ എടുക്കുകയാണെങ്കിലും വിദേശ ശക്തികളുടെ ആധിപത്യം ഉറപ്പിക്കലിൽ പ്രധാനമായും നമ്മുടെ സമ്പത്താണ് കൊള്ളയടിക്കപ്പെട്ടത്. അതിനു മുന്നിൽ ടിപ്പു സുൽത്താൻ പതറിയില്ല, പഴശ്ശിരാജാവും പതറിയില്ല, സാമൂതിരി, മാർത്താണ്ഡവർമ്മ തുടങ്ങി എല്ലാവരും തന്നെ സമ്പത്തില്ല എന്ന് കരുതി മനോധൈര്യം കൈവിട്ടവരല്ല. ഇതുപോലെ ഇനി മുന്നോട്ട് വരുമ്പോൾ അതുപോലെ തന്നെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് വന്നതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൻ്റോടൊപ്പം പറഞ്ഞോട്ടെ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ധനമെല്ലാം പോകില്ലു എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് പോകുന്ന പ്രക്രിയകളായിരുന്നു അവിടെ എല്ലാം നടന്നത്. അതൊക്കെ പോയിട്ടും നമ്മൾ സമചിത്തതയോടുകൂടി നല്ല ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടാനും അതുപോലെ ഭാരതത്തിന് ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനും കഴിഞ്ഞത്. തിരുവള്ളുവരുടെ ഈ കുറൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തുകൊണ്ട്, ആക്കം ഇഴന്തേമെൻറ്റു അല്ലാവാർ ഊക്കം ഒരു വന്തം കൈത്തുടയാർ. ധനമെല്ലാം പോകിലും ദുഃഖിച്ചിടാ ചിത്ത സ്ഥിരധൈര്യം കൈ മുതലായോർ. ഓർ സർ, താങ്ക് യു. Thank you. Tiruvalluvar's verse 593. Those possessing staunch courage won't worry at the loss of wealth, offers a profound lesson that resonates deeply with our nation's history. The verse teaches that true strength lies not in material possessions, but in the unwavering spirit of one's character. During our struggle for independence, countless freedom fighters like Jawaharlal Nehru and Sardar Vallabhbhai Patel abandoned their comfortable lives and personal fortunes without hesitation. They understood that their wealth was insignificant compared to the higher cause of liberating their nation from foreign rule. Their courage allowed them to sacrifice everything, demonstrating that the only possession that truly matters is one's integrity and resolve. Therefore, our independence was not a victory of wealth, but a triumph of a courageous spirit that valued freedom above all else. Thank you, sir. Over. കുറൾ 594. ആക്കം
அதர்வினாய் செல்லும் அசைவிலா ஊக்கம் உடையா நுழை. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് അവിടെ നിന്ന് തുടങ്ങാം, എന്നിട്ട് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. അസൈവില ഊക്കമുടയാൻ ഉഴൈ. അസൈവില അസഞ്ചലമായ, ഊക്കം മനോധൈര്യം, ഉടയാൻ ഉഴൈ ഉള്ളവന്റെ അടുത്തേക്ക്. ഇനി ആദ്യത്തെ വരിയിലെ ആദ്യത്തെ 3 വാക്കുകളും എടുക്കാം. ആക്കം സമ്പത്ത്, ഐശ്വര്യദേവത, അതർവിനായി ചെല്ലേണ്ട വഴി ചോദിച്ചറിഞ്ഞ് ചെല്ലും, ചെന്നെത്തുന്നു. അതായത് അസഞ്ചലമായ ധൈര്യമുള്ളവന്റെ അടുക്കലേക്ക് അവന്റെ മനോധൈര്യത്തിന് മുമ്പിൽ ഐശ്വര്യദേവതയും മുട്ടുമടക്കുന്നു. മാത്രമല്ല, അവന് അന്വേഷിച്ച് അവന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് അവന്റെ മനോധൈര്യത്തിന്റെ ഉള്ള ഒരു എന്താ പറഞ്ഞാല് ഒരു പുരസ്കാരമായിട്ട് അവന് സമ്പത്തിന്മേൽ സമ്പത്ത് നേടിക്കൊടുക്കും എന്ന് കവി വളരെ എന്താ പറഞ്ഞ പോലെ സമർത്ഥിച്ച് പറയുന്നുണ്ട്. മനോധൈര്യം ഉള്ളവന്റെ അടുക്കൽ ഐശ്വര്യ ദേവത സ്വയം വഴി ചോദിച്ചറിഞ്ഞ് ചെന്നെത്തുന്നു. അവന് എല്ലാ സൗഭാഗ്യങ്ങളും അനായാസമായി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓവർ. ഞാന് നമ്മുടെ ടീച്ചറാണോ? ശ്രീകുമാരി ടീച്ചറാണോ? ഇന്നില്ലായിരുന്നു, കണ്ടില്ല. ഇന്ന് ടീച്ചറില്ല. സാർ അത് പറഞ്ഞോളാവുന്നോ? ശ്രീത്വം വഴി ചോദിച്ചെത്തുന്നു, ചിത്തത്തിൽ ചോദിച്ചെത്തുന്നു, ചിത്തത്തിൽ ഊക്കുമുറ്റോന്റെ അടുക്കൽ. ഇത് തന്നെയാണ്. മനോധൈര്യമുള്ളവന്റെ അടുക്കൽ ഐശ്വര്യ ദേവത സ്വയം വഴി ചോദിച്ചറിഞ്ഞ് ചെന്നെത്തുന്നു. അവന് എല്ലാ സൗഭാഗ്യങ്ങളും അനായാസമായി ഉണ്ടാകുന്നു. ഓവർ. കുറൽ 594. ആക്കം അതർവിനായി ചൊല്ലും അശൈവില ഊക്ക മുടയാ നുഴൈ. On endure of stubborn and courageous person, wealth will come searching him. Kural 594 found in the chapter on possession of energetic effect emphasis that wealth will seek out and find its way to those with unwavering, tireless energy and determination. The verse highlights that the quality of effort, specifically its persistence and lack of fatigue, is a magnet for prosperity. The verse essentially states that those who possess a steadfast and tireless spirit will naturally attract wealth and prosperity. It's not just about having ambition, but also about the consistent, unwavering pursuit of one's goals. In essence, Tirukkural 594 underscores the importance of sustained, determined effort in achieving success and acquiring wealth, suggesting that such energy is a powerful force that draws opportunities and resources. Thank you, sir. Over. കുറൽ 594. ആക്കം അതർവിനായി ചെല്ലും അശൈവില ഊക്കമുടയ നുഴൈ. കുറൽ 595. വെള്ളത്തനയ മലർ നീട്ടാൻ മാന്തർ തം ഉള്ളത്തനയത് ഉയർവ്. ശരിയാണോ സാർ? അല്ലെ ആദ്യത്തെ ഇല്ല 596 സാർ ഇട്ടിരിക്കുന്നു. 95 വേണ്ടത്. 95 അല്ലേ? സാറൊന്ന് വായിച്ചോളൂ, ഞാൻ കറക്റ്റ് ചെയ്തോളാം. ഓക്കെ സാർ നോക്കി വായിച്ചു.
വെള്ളത്തനയ മലർ നീട്ടം മാന്തം ഉള്ളത്തനയത് ഉയർവ്. ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് മലർ. മലർ വെള്ളത്തനയ നീട്ടം. മലർ ജലപുഷ്പങ്ങളെ താമര, ആമ്പൽ തുടങ്ങിയവ വെള്ളത്തനയ ജലാശയത്തിലെ വെള്ളം എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം നീട്ടം നീണ്ടു ഉയർന്നു വരുന്നു. അതുപോലെ ആദ്യമല്ല അവസാനത്തെ വാക്കാണ് മാന്തർ തം ഉള്ളത്തനയത് ഉയർവ്. മാന്തർ മനുഷ്യർക്ക് തം അവരവരുടെ ഉള്ളത്തനയ മനോധൈര്യം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉയർച്ച ഉണ്ടാകുന്നു. അത് ഒരുത്തന്റെ മനോബലത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പ്രയത്നത്തിന്റെ ഈ വളർച്ച ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് കുളത്തിലോ ജലാശയത്തിലോ ഉള്ള താമര അതിന്റെ വെള്ളം കൂടുന്തോറും ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ താണ്ടും വളർച്ചയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആമ്പലായാലും താമരായാലും അത് വെള്ളം പൊങ്ങുന്തോറും അതും പൊങ്ങി 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 വരുന്നു എന്നുള്ള രീതിക്കാണ് ഇവിടെ ഊവുമായിട്ട് കവി പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഊവാണ്. അധ്വാനിക്കുന്നതിന്റെ അവന്റെ മനോധൈര്യത്തിന്റെ അടിസ്ഥാന ഉയർച്ച ഉണ്ടാകും, ഒരിക്കലും കോട്ടം ഉണ്ടാകില്ല എന്ന് കവി വളരെ സമർത്ഥിച്ച് പറയുന്നുണ്ട്. ഓവർ. താങ്ക് യു സർ. കുറൾ 595. വെള്ളത്തനയ്യ മലർനീട്ടം മാന്തർദം ഉള്ളത്തനയ്യതു ഉയർവു. വെള്ളം എത്രയ്ക്കെത്ര നീണ്ടുയരും പൂക്കൾ ഉള്ളത്തിനോളം മനുഷ്യർ. തിരുവള്ളുവരെ സ്തുതിച്ചുകൊണ്ട് ഈ കുറളിനെ കുറിച്ചൊന്ന് പറയട്ടെ. ഓരോ മനുഷ്യരിലും മനോധൈര്യത്തിന്റെ ആവശ്യകത പറയുന്ന ഈ കുറൾ താമര, ആമ്പൽ, അതുപോലെ ജലത്തിന് മുകളിൽ തലനീട്ടി നിൽക്കുന്ന ജലപുഷ്പങ്ങൾ, അവ നിൽക്കുന്ന ജലസ്രോതസ്സുകളിൽ വെള്ളം ഉയരുന്നതനുസരിച്ച് അവയുടെ തണ്ടിന്റെ നീളവും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെയാകണം മനുഷ്യരും. എത്രത്തോളം മനോധൈര്യവും സന്തോഷവും ഉണ്ടോ അതനുസരിച്ച് അവർക്ക് ഉയർച്ചയുണ്ടാകുമെന്ന് സാരം. മനോധൈര്യം ഇല്ലാത്തവർക്കും ഇക്കാലത്ത് അത് നേടിയെടുക്കാൻ ധാരാളം മാർഗങ്ങൾ നിലവിലുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം. ആ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേന പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ചത് കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു. അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ആദ്യമായി യുദ്ധക്കപ്പലിന്റെ കമാൻഡറാകുന്ന വനിതയാണ് പ്രേരണ ദേവസ്ഥലി. ഇവർ മൂവരിലും കാണാൻ കഴിയുന്നത് മനോധൈര്യവും ദേശസ്നേഹവുമാണെന്ന് കാണാം. ഇവിടെ രാജാവിനാണ് മനോധൈര്യം പറയുന്നതെങ്കിലും ഈ കുറളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ മനുഷ്യരിലും, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ എല്ലാരിലും, കുട്ടികളായിക്കോട്ടെ എല്ലാരിലും മനോധൈര്യം ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. ധൈര്യശാലികൾ ഒരു സമൂഹ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം എന്ന പോലെ ഭീരുക്കൾ നാടിന് ആപത്തും രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടകരവും തന്നെ. ഇവിടെ ഈ കുറളിൽ താമര, ആമ്പൽ എന്നിവയെ പ്രകൃതിയുടെ ധൈര്യശാലികളുടെ പ്രതീകമായി ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട് ധീരത ഒരുവനിൽ ആവശ്യമെന്നും ഒരു കുടുംബത്തിൽ ധൈര്യശാലികളുടെ അഭാവം അതിന്റെ നിലനിൽപ്പിനെ തന്നെ ചെറുത്തു നിൽക്കാനുള്ള കഴിവിനെ എത്രമാത്രം ബാധിക്കുന്നുവെന്നും പല കുടുംബ അന്തരീക്ഷങ്ങളും മോശമാകുന്നതിന് കാരണമായി ഇന്ന് നമുക്ക് കാണാൻ കഴിയും. എവറസ്റ്റ് കീഴടക്കിയതും ചന്ദ്രനിൽ പോയതും ശൂന്യാകാശ ഗവേഷകരും ധൈര്യശാലികൾ തന്നെ. ഒപ്പം സമൂഹ തിന്മകളിന്മേൽ പേനയാകുന്ന പടവാളേന്തി പ്രതികരിക്കുന്ന എഴുത്തുകാരെയും നമുക്കിവിടെ ധൈര്യശാലികൾ എന്ന് നാമകരണം ചെയ്യാം. അതെ, ഏതു മേഖലയിലായാലും
മനോധൈര്യത്തോടെ പ്രതിരോധ ആയുധം ഏന്തുന്നവർ തിരുവള്ളുവരുടെ താമരയും ആമ്പലും തന്നെ. കുറൾ 595. വെള്ളത്തനയ്യ മലനീർത്തം മാന്തർതം ഉള്ളത്തനയ്യത് ഉയർവു. വെള്ളം എത്രക്കെത്ര നീണ്ടുയരും പൂക്കൾ ഉള്ളത്തിനോളം മനുഷ്യർ. താങ്ക് യു സർ. According to the depth of water, length of water, lilies are found, and the progress of man's life is as per his courage. Scroll 595. വെള്ളത്തലൈന മലർനീട്ടം മാന്തളർത്തം ഉള്ളത്തനയത് ഉയർവ്. Scroll 596. ഉള്ളുവതെല്ലാം ഉയർവുള്ളൽ മറ്റത് தள்ளினும் தள்ளாமை நீர்த்து. எண்ணுவதெல்லாம் உயர்வை பற்றியே எண்ண வேண்டும். அவ்வுயர்வு கை கூடாவிட்டாலும் அவ்வாறு எண்ணுவதை விடக்கூடாது. ഉള്ളുവതെല്ലാം ചിന്തിക്കുകയും ഉന്നം വയ്ക്കുകയും ചെയ്യുന്നതെല്ലാം ഉയർവുള്ളൽ സ്വന്തം ഉന്നതിയെക്കുറിച്ച് മാത്രം ആവണം. അത് ആ അഭിന്നതി തള്ളിനും വിധിവശാലോ മറ്റോ സാധിക്കാതെ പോയാലും തള്ളാമൈ ആ വിചാരം കൈവിടാതിരിക്കുക എന്നത് നീർത്ത് തീർച്ചയായും ഒരു ബലമാണ്. എപ്പോഴും അഭ്യുദയം മാത്രമായിരിക്കണം ഒരുവന്റെ ഉന്നം. അതിനെക്കുറിച്ചുള്ള ചിന്തയും ഉത്സാഹവും മനസ്സിൽ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരുപക്ഷെ ഉദ്ദേശിച്ചത്ര അവ ഫലപ്രദമായില്ല എന്നും വരാം. അഥവാ പരാജയപ്പെട്ടു പോയാലും എന്ന് തന്നെ വരാം. എങ്കിൽ പോലും ആ ഉന്നം കൈവിടാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ ആത്യന്തികമായ വിജയം സുനിശ്ചിതമാവുന്നു എന്ന് കവി വളരെ ദൃഢമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നു. ഓവർ. താങ്ക് യു സർ. കുറൾ 596. ഉള്ളുവതെല്ലാം ഉയർവുള്ളൽ മറ്റതു തള്ളിനും തള്ളാമൈ നീർത്തു. ഉന്നങ്ങൾ ഉന്നതിക്കാവണം സഫലമല്ലെന്നാലും ഉന്നം വിടായിക. ഇവിടെ തിരുവള്ളുവർ പറയുന്നത് നമ്മളെപ്പോഴും എന്തിനെയാണോ ഉന്നം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്, അതിനുവേണ്ടി എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അത് നേടുന്നത് വരെയും അത് സഫലമാകുന്നത് വരെയും അതിനു വേണ്ടി പോരാടുക തന്നെ വേണം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചാണക്യൻ, അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അപമാനത്തിൽ നിന്ന് ആ സാമ്രാജ്യത്തോടുണ്ടായ ദേഷ്യവും അതിൽ നിന്ന് പിടിച്ചെടുത്ത് ആ രാജാവിനെ ആ രാജപദവിയിൽ നിന്ന് മാറ്റുമെന്നുള്ള ശപഥം അദ്ദേഹം നിറവേറ്റുന്നത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെയാണ്. ഒരു മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചെടുക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ അതുപോലുള്ള മറ്റു കാര്യങ്ങളോ ഇല്ല. എന്നാൽ തൻ്റെ ആ ഒരു ലക്ഷ്യബോധം, ഉന്നം, അതിൽ നിന്ന് വ്യതിചലിക്കാത്തതാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം നേടിയെടുത്തതിന്റെ പിന്നിലുള്ളത്. എപ്പോഴും അഭ്യുദയം മാത്രമായിരിക്കണം ഒരുവന്റെ ഉന്നം. താൻ എന്താണോ വിചാരിച്ചത്, ലക്ഷ്യമിട്ടത്, അതിൽ എത്തുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരിക്കണം പിന്നീടുള്ളതെല്ലാം. അതിനെക്കുറിച്ചുള്ള ചിന്തയും ഉത്സാഹവും മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം. നമ്മൾ കാണാറുണ്ട്, എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾ പലരും 3-4 പ്രാവശ്യം എഴുതിയിട്ടായിരിക്കും അവർ മെഡിസിൻ അഡ്മിഷൻ നേടുന്നത്. അത് അവരുടെ ആ മനസ്സിന്റെ ബലവും അവരുടെ ലക്ഷ്യബോധവുമാണ്. ഒരുപക്ഷെ ഉദ്ദേശിച്ചത്ര അവ ആദ്യമൊന്നും ഫലപ്രദമായില്ല എന്ന് വരാം, അഥവാ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ വരാം. വീണ്ടും വീണ്ടും വിജയത്തിലേക്കുള്ള പാതകൾ നേരത്തെ ഉണ്ടായിരുന്ന പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ആ ഉന്നത്തിൽ നിന്ന് തെല്ലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്നതിലൂടെ അവർക്ക് വിജയം സുനിശ്ചിതമാകുന്നു എന്ന് തിരുവള്ളുവർ ഈ കുറളിലൂടെ പറയുന്നു.
ഉള്ളുവതെല്ലാം ഉയർവുള്ളൽ മറ്റതു തള്ളിനും തള്ളാമൈ നീർത്തു. ഉന്നങ്ങൾ ഉന്നതിക്കാവണം സഫലമെല്ലെന്നാലും ഉന്നം വിടായിക. താങ്ക് യു സർ. ഓവർ. Qural 596. Every thought must be progress. Though not possible, don't leave that thinking. Qural 597. சிதைவிடத்து ஒல்கார் உறவோர் உதயம்பிர் கட்டுப்பாடொன்றும் களிறு. உடம்பை மறைக்கும் அளவு அம்புகளால் புண்பட்டும் யானை தன் பெருமையை நிலைநிறுத்தும். അതുപോൽ ഊക്കമുടയവർ അഴിവ് വന്ന ഇടത്തിലും തളരമാട്ടാർ. നേരത്തെ മനോദയത്തിന്റെ നന്മയെ കുറിച്ച് പറഞ്ഞ കവി ആമ്പലും താമരയും പോലെ ഉയർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞ കവി ഇനി മറ്റൊരു ഉദാഹരണം പറയാണ്. ആനയെ കൊണ്ട് കാണിക്കുകയുടെ ആനയ്ക്ക് എത്ര അമ്പയേറ്റാലും അതിന്റെ വലിപ്പം കൊണ്ട് അത്രയ്ക്കും അതിനെ സഹിക്കാനുള്ള ഒരു മനോധൈര്യമുള്ളത് കൊണ്ട് അതിനെ വകവയ്ക്കാറില്ല. അതിന്റെ ദേഹം മൊത്തം മറഞ്ഞ് വരുന്ന രീതിക്ക് അമ്പുകൾ ചെയ്താലും എന്ന് പറഞ്ഞിട്ട് ആനയുടെ വലിപ്പത്തിന്റെ ബലം പറയുകയാണ് കവിയുടെ. അതായത് രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്കെടുക്കണം. കളിറ്. കളിറ് എന്ന് പറഞ്ഞ ആന. കളിറ് ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക്. പുത്തയമ്പിൻ, പൂർത്ത അമ്പിനാൽ രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. പട്ട്, മുറിവേറ്റാലും പാടുണ്ട് തളരാതെ മഹത്വം നിലനിർത്തുന്നു. അതുപോലെ ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക്. ഉരവോർ മനോധൈര്യമുള്ളവർ ചിതവിടത്ത് തങ്ങൾക്ക് ഛേദം വരുന്നിടത്ത് പോലും ഒൽഗാർ തളരാതെ സ്വന്തം മേന്മ നിലനിർത്തുന്നു. പുറമ്പേറ്റ് എന്ന് വെച്ചിട്ട് ആനയുടെ വീര്യവും മഹത്വവും ഒന്നും കുറയുന്നില്ലല്ലോ എന്ന് കവി പറഞ്ഞേക്കും. ഓവർ. താങ്ക് യു സർ. കുറൾ 597. ചിതൈവിടത്തു ഒൽഗാർ ഉരവോർ ഉദൈ അമ്പിർ പട്ടുപ്പ തുൻറ്റും കളിറു. ഛേദത്തിൽ വീഴാ മനോധൈര്യമുറ്റവർ കൂരമ്പിനമ്പുമോ കളഭം. കളഭം അഥവാ ആന. ആനയാണ് ഇവിടെ ധൈര്യശാലിയായി തിരുവള്ളുവർ പറയുന്നത്. കൂർത്ത അമ്പിനാൽ ശാരീരിക മുറിവ് ഏറ്റാലും അവൻ തന്നെ ആക്രമിച്ചവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തൻ്റെ ജന്മനായുള്ള മേന്മ അഥവാ കഴിവ് പ്രകടിപ്പിക്കുന്നു. സ്വാഭാവികമായി സംഭവിക്കുന്ന പരാജയം മനഃശക്തിയുള്ളവരെ ഒരിക്കലും നിരാശരാക്കുകയോ തളർത്തുകയോ ചെയ്യുകയില്ല. അവർ ഏർപ്പെടുന്ന ഉദ്യമത്തിൽ നിന്നവർ പിന്നോട്ട് പോവുകയേയില്ല. പരാജയപ്പെട്ടാൽ കഴിവില്ല എന്ന വിചാരം അവരെ കൂടുതൽ ഉത്സാഹികളും മുന്നേറുവാനുള്ള ശക്തിയും നൽകും. വടംവലി മത്സരത്തിൽ പലപ്പോഴും തങ്ങളുടെ ടീം പരാജയപ്പെടുമെന്ന അതിലുള്ള കുറച്ചുപേരുടെ അധൈര്യമാണ് പരാജയം ഏറ്റുവാങ്ങാൻ ആ ഗ്രൂപ്പ് നിർബന്ധിതമാകുന്നത്. കൂരമ്പേറ്റു എന്ന് വെച്ച് ആനയുടെ വീര്യവും മേന്മയും ഒന്നും കുറയുന്നില്ല. ഓർമ്മയിൽ ഗജത്തെ ഓർക്കുമ്പോൾ തന്നെ ധൈര്യശാലിയുടെ നാനാർത്ഥമായി തോന്നുന്നു. ആണ്. മനോധൈര്യം ഇല്ലാത്തവർക്ക് ആരെയും സഹായിക്കാമെന്ന വാഗ്ദാനമോ നൽകാനാകില്ല. അവരെപ്പോഴും ഭീരുത്വത്തിന്റെ മറയിലായിരിക്കും. ചിലർ ധൈര്യം തുളുമ്പുന്ന വാക്കുകളിലൂടെ തന്നെ ആശ്രയിക്കുന്നവർക്ക് മനോധൈര്യം പകരുന്നു. ചരിത്രത്തിലെ അധിനിവേശങ്ങൾ, മതങ്ങളുടെ ആവിർഭാവം, സാംസ്കാരിക പൈതൃകങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം തന്നെ
പിന്നണിയിൽ പ്രവർത്തിച്ച ആരുടെയൊക്കെയോ മനഃശക്തിയുടെ ആകാരങ്ങളാണ്. ഒരാളിൽ ജ്ഞാനമാണ് കായിക ശക്തിക്കൊപ്പം മനോധൈര്യം നൽകുന്നത്. രാജാവിന് മനധൈര്യം ഉണ്ടാകുന്നതിൽ അറിവിനും ഒരു സ്ഥാനമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കേണ്ടിടത്ത് ഒരുപക്ഷെ കായിക ബലത്തെക്കാൾ മുന്നേ മനോബലം ആവശ്യമാണെങ്കിൽ രാജാവിന് അതും ഉണ്ടാകേണ്ടതുണ്ട് എന്നിവിടെ തിരുവള്ളുവർ ഓർമ്മിപ്പിക്കുന്നു. ഒരാളിന്റെ വലിപ്പവും ഒപ്പം തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ മനോധൈര്യം അത്യന്താപേക്ഷിതം. ആനയ്ക്ക് തൻ്റെ കഴിവിൽ മതിപ്പുള്ളതിനാൽ അവൻ ഏതിനെയും എതിരിടുമെന്നും വിജയിക്കുമെന്നുമുള്ള വിചാരമാണ് ഏത് ആപൽഘട്ടത്തെയും മനോധൈര്യത്തോടെ തരണം ചെയ്യുന്നതിന് അതിന് കഴിയുന്നത്. തിരുവള്ളുവർ ഇവിടെ രാജാക്കന്മാരെ മനോധൈര്യത്തോടെ എന്തിനും പോന്നവരാക്കുന്നതിനായി കളഭത്തിന്റെ സ്വഭാവത്തെ പ്രതിപാദിക്കുന്നു. കുറൾ 597 ചിതൈവിടത്തു ഒൽഗാർ ഉരവോർ പുതയമ്പർ പട്ടുപ്പാടും കളറു ചേതത്തിൽ വീഴ മനോധൈര്യമുറ്റവർ കൂരമ്പിനമ്പുമോ കളഭം. ഓവർ. താങ്ക് യു സർ. Kural 597. Though all body is bruised with the row of arrows, elephant won't be scared, courageous won't be tired even in distress. The men of lofty mind coil not in the ruins wakeful hour. The elephant retains his dignity amidst arrows deadly shower. The Kural emphasizes the importance of perseverance and maintaining dignity even in the face of adversity, drawing a parallel between a valiant elephant during a shower of arrows and strong-minded individual who remains steadfast during the difficult times. That means the verse uses the image of an elephant, a symbol of strength and resilience, to illustrate the concept of perseverance. Even when struck by arrows, the elephant maintains its exposure and continues to move forward. Similarly, the Kural suggests that individuals with strong minds and unwavering resolve should not be prevented by setbacks of failure. Thank you. മോഹൻ സാർ അൺമ്യൂട്ട് ചെയ്യണേ. മോഹൻ സാർ അൺമ്യൂട്ട് ചെയ്യണം. ഒരു ഉദാഹരണം കൂടി. ഇന്ത്യൻ സോഫ്റ്റ്വെയറിലെ വളരെ പ്രഗത്ഭനായ ആണ് വിപ്രോ ടെക്നോളജിയുടെ തലവൻ അസിം പ്രേംജി. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ മരണപ്പെട്ടു പോകുന്നു. അന്നേരം വിപ്രോയുടെ ചുമതല ഏറ്റെടുക്കാനായിട്ട് അവിടുത്തെ വിദ്യാഭ്യാസം നിർത്തിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നു. അദ്ദേഹം ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടുന്നു. അതിൽ കരൺ വാഡിയ എന്നുള്ള ഒരു ഡയറക്ടർ സംസാരിക്കുകയാണ്. ഈ അസിം പ്രേംജിക്ക് അദ്ദേഹം ഒരു വിഡ്ഢിയാണ്, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ സ്ഥാപനത്തെ ആർക്കെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വിറ്റേക്കാം എന്ന് പറയുന്നു. ഇങ്ങനെ വളരെയധികം നിരുത്സാഹം കിട്ടിയിട്ടും അസിം പ്രേംജി അതിൽ നിന്ന് മാറാതെ ആ സ്ഥാപനത്തെ നടത്തിക്കൊണ്ടുപോവുകയും ഇന്ന് ഒരു കാലഘട്ടത്തിൽ അതിന് 67,000 കോടി ആസ്തി ഉണ്ടാക്കുകയും ചെയ്തു. അത് ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ മനോധൈര്യത്തിന്റെയും മറ്റുള്ളവർ ഇങ്ങനെ അമ്പെയ്ത് പോലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പോലും അതൊന്നും ഏൽക്കാത്ത രീതിക്ക് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നു. ഓവർ സർ. എടുക്കട്ടെ?
ആ 8 അല്ലേ സാർ? 598. എന്നെ പറഞ്ഞോളൂ, അതൊന്നും സ്മാം ഇല്ല. സാർ പറഞ്ഞു. உள்ளம் இல்லாதவர் எய்தார் உலகத்து வள்ളിയം എന്നും ചെറുക്ക്. ഉള്ളം നേരത്തെ നമ്മൾ ആദ്യത്തെ വാക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഉള്ളം എന്ന് പറഞ്ഞാല് ഇവിടെ ധൈര്യം. ഉള്ളം ஊக்கமில்லாதவர் இவ்வுலகில் யாம் வன்மை உடையேன் என்று തമ്മിൽ താം എണ്ണി മകളും മഹിഴ്ചയെ അടയ മാട്ടാർ. അതായത് ഉള്ളം മനോധൈര്യം ഇല്ലാത്തവർക്ക് ഉലകത്ത് ഈ ലോകത്തിലുള്ളവരിൽ വെച്ച് വള്ളിയം എന്നും ദാനമഹത്വം ഉള്ളവരാണ് തങ്ങൾ എന്ന ചെറുക്ക് അഭിമാനം എയ്താർ ആർജിക്കാൻ കഴിയുകയില്ല. മനോധൈര്യം ഇല്ലാത്തവർക്ക് ഈ ലോകത്തിൽ ദാനശീലം എന്ന മഹത്വത്തിന്റെ പേരിൽ അഭിമാനിക്കാനുള്ള അവസരം ഉണ്ടാകുന്നില്ല. കാരണം അവർക്ക് മനോധൈര്യം കൊണ്ടുള്ള പ്രയത്നശീലം കൊണ്ടുള്ള സമ്പാദ്യം കൊണ്ടുള്ള ദാനശീലം കൊണ്ടുള്ള അഭിമാനമോ ഒന്നും ഉണ്ടാകുന്നില്ല. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മനോധൈര്യം തന്നെയാണെന്ന് സാരം കവി വളരെ നന്നായിട്ട് ആ മനോധൈര്യത്തിന്റെ വ്യാഖ്യാനം ഇവിടെ തരുന്നു. ഓവർ. Qural 598. We are great in the world. This position coward does not deserve. Qural 599. പരിയത് കൂറം കോട്ടത് ആയിനും യാനൈ വെറും പുലിതാക്കുറിൻ. നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പ് പറഞ്ഞ ആനയുടെ ആ വലിപ്പത്തിന്റെ രീതിക്കുള്ള ഒരു കാര്യം ഇവിടെ അതിന്റെ മനോധൈര്യത്തിന് ഒരു കമ്പാരിസനായിട്ട് വീണ്ടും കൊണ്ടുവരികയാണ് കവി. ആദ്യത്തെ വരയിലെ അവസാനത്തെ വാക്ക് യാനൈ ആന, ആദ്യ വരയിലെ ആദ്യത്തെ വാക്ക് പരിയത് മറ്റെല്ലാ ജീവികളിലും വെച്ച് വലിയ ദേഹം ഉള്ളതായിരിക്കുന്നു. മാത്രമല്ല കൂർക്കോണ്ടത് കൂർത്ത കൊമ്പുകളും അതിനുണ്ട്. ആയിനും എങ്കിൽ പോലും പുലി താക്കുറിൻ പുലി തന്നെ ആക്രമിക്കാൻ മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്ന് കണ്ടാൽ വെറും വല്ലാതെ വിരണ്ടുപോകുന്നു. ആനയ്ക്ക് ആ വലിപ്പത്തില് അഹമതിയും മറ്റൊക്കെ ഉണ്ട്, നേരിടാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആനയെക്കാളും മനോധൈര്യമുള്ള പുലി അതിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അതിന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകും എന്നും അതേ ആനയെ കൊണ്ട് തന്നെ കവി ഇവിടെ ഉപമ പറയുന്നുണ്ട്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 599. പരിയത് കൂറുങ്കോട്ടതു ആയിനും യാനൈ വെരുവും പുലി താക്കുറിൻ. പെരിയ ദേഹം കൂർത്ത കൊമ്പുമുണ്ടെങ്കിലും വിരളുന്നു പുലി മുമ്പിലാന. ഇവിടെ തിരുവള്ളുവർ ആനയെയും പുലിയെയും കുറിച്ചാണ് പറയുന്നത്. ഇതിനു മുമ്പുള്ള കുറളിൽ ആനയുടെ ധൈര്യത്തെക്കുറിച്ചും എത്ര തന്നെ മുറിവേറ്റാലും ശത്രുവിനെ എതിരിടുമെന്നും അങ്ങനെ മനോധൈര്യമുള്ളതാണ് ആനയെന്ന് പറയുമ്പോൾ ഒരു 2 കുറൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറയുകയാണ്, ഭീമമായ വലിപ്പവും ശത്രുവിനെ എതിർക്കാൻ പാകത്തിലുള്ള കൂർത്ത കൊമ്പുകളും ആനയ്ക്കുണ്ട്. എങ്കിലും പുലി നേർക്കുനേരെ ആക്രമിക്കുവാൻ വരുമ്പോൾ ആന വിരണ്ടു ഭയന്നു പോകുന്നു. അതിന് കാരണം മനോധൈര്യത്തിന്റെ കുറവാണ്. പുലിക്ക് ആകൃതി കൊണ്ട് ആനയേക്കാൾ വലിപ്പമില്ല, കൂർത്ത കൊമ്പുകളും ഇല്ല. എങ്കിലും മനോധൈര്യത്തിന്റെ കൂടുതൽ കൊണ്ട് അത് ആനയെ തളർത്തിക്കളയുന്നു. രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമാണ്. ആൾപ്പെരുപ്പവും ആയുധപ്പെരുപ്പവുമല്ല, സമജ്വലവും അക്ഷീണവുമായ മനോധൈര്യം തന്നെയാണ് വിജയത്തിന്റെ
രഹസ്യം. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ആന എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എല്ലാം ധൈര്യം പറയുമ്പോൾ കൂടുതലും നമുക്ക് അതിലേക്കാണ് പോകേണ്ടി വരുന്നത്. ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര വനിത. അവരുടെ മനോധൈര്യമാണ് അവരെ അതിന് തയ്യാറാകാൻ അല്ലെങ്കിൽ എതിരിടാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ മുഗൾ ചക്രവർത്തിനിയായിരുന്ന സുൽത്താന റസിയ, പിന്നെ നമ്മുടെ അഭിമാനമായ കൽപ്പന ചൗള, ഇവരിലെല്ലാം നമുക്ക് കാണാം. അതുപോലെ ബൽക്കീസ് ബീഗം, പോരാട്ടം നടത്തി വിജയിച്ച ബൽക്കീസ് ബീഗം, ഇവരൊക്കെ നമുക്ക് മനോധൈര്യത്തിന്റെ മാതൃകകളായിട്ട് കാണാൻ കഴിയും. ഇവിടെ എല്ലാം തന്നെ ആനകളും പുലികളും തന്നെയായിരുന്നു ഇതിലെ എല്ലാം കഥാപാത്രങ്ങൾ. രാജസേവകരുടെ പ്രഭാവത്തിൽ അടിമപ്പെടാതെയും മനസ്സിനെ വഞ്ചിക്കാതെയും രാജ്യനിവാസികളുടെ ഏകകണ്ഠമായ അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രവർത്തിച്ചിട്ടുള്ള എത്രയെത്ര മനോധൈര്യശാലികളായ രാജാക്കന്മാരെയാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. തിരുവള്ളുവരുടെ നോട്ടത്തിൽ ഇവരെല്ലാം തന്നെ പുലികളെ ഭയക്കാത്ത ആനകളായിരുന്നു. കുറൾ 599 പരിയത് കൂർങ്കോട്ടതു ആയിനും യാനൈ വരുവും പുലിതാക്കുറിൻ. പെരിയ ദേഹം കൂർത്ത കൊമ്പുമുണ്ടെങ്കിലും വിരളുന്നു പുലി മുമ്പിൽ ആന. ഓവർ സർ. Quran 599 states that though huge-sized, this tusker will run in fear at the slap of brave tiger. The Quran uses the example of an elephant and a tiger to illustrate that size and physical prowess are not the sole determinants of strength. A powerful animal like elephant can still be feared of a smaller but more courageous animal like tiger. The key takeaway is that inner strength, courage, and resolve are vital qualities that can overcome physical limitations. Though huge and sharp-tusked, an elephant fears a tiger when attacked. This Quran from the Tirukural highlights that even a powerful creature like an elephant, with its size and tusks, can be intimidated by the tiger's attack, emphasizing the importance of courage and mental fortitude over mere physical strength. Thank you. Over. കുറൾ 600. ഉരം ഒരുവർക്ക് ഉള്ള വെറുക്കൈ അകതില്ലാർ മരം മക്കളാതലെ വേറെ. ഒരുവനുക്ക് വലിമയാവത് ஊக்கம் மிகுதியே, ஊக்கம் இல்லாதா மரங்களே வடிவால் മക്കളെ പോൽ ഇരുത്തലേ വേറുപാട്. മനോധൈര്യത്തിന്റെ ആവശ്യകതയും അതിന്റെ ഫലങ്ങളും അത് ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും ഗുണദോഷങ്ങളൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു വന്ന കവി അവസാനം അത് രാജാവിന്റെ മാത്രമല്ല പ്രജകൾക്കും ആ മനോധൈര്യം വേണം എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഉരം ഒരുവർക്ക് ഉള്ള വെറുക്കൈ അകതിലാർ മരം മക്കളാതലെ വേറെ. ഉരം ദൃഢമായ അറിവ് എന്നാണ് ഇവിടെ പറയുന്നത്. ഉരം എന്ന് പറയുന്നത് ഉള്ള വെറുക്കൈ ഒരുവന് മനോബലത്തിന്റെ തന്നെയാണ്. അകത് ആ മഹത്വം ഇല്ലാത്തവർ മരം മനുഷ്യരല്ല മരങ്ങളാകുന്നു. പക്ഷേ മക്കളാതലെ ആകൃതി കൊണ്ട് മരങ്ങളാകയാൽ വേറെ മറ്റു തരത്തിൽ മരങ്ങൾ തന്നെ, മനുഷ്യരൂപത്തിൽ ഉള്ള മരങ്ങൾ എന്ന് കവി ഇവിടെ പറയുന്നു. അതായത്
ഉജ്ജ്വലമായ അറിവിന്റെ ഫലം തന്നെയാണ് മനോധൈര്യം. അതില്ലാത്ത ജനങ്ങൾ മരങ്ങൾക്ക് സമം. പക്ഷേ ഈ മരങ്ങൾ ആകൃതി കൊണ്ട് വ്യത്യസ്തരായിരിക്കുന്നു എന്ന് മാത്രം. ഇവയ്ക്ക് സാക്ഷാൽ മരങ്ങളെപ്പോലെ തണൽ വിരിക്കാൻ കഴിയുന്നില്ല. ഇവ പൂക്കുന്നില്ല. ഫലങ്ങളും ഇവയിൽ ഉണ്ടാകുന്നില്ല. വീടുണ്ടാക്കാനോ തോണിക്കോ രഥത്തിനോ ക്ഷേത്ര നിർമ്മിതിക്കോ ഒന്നിനും ഈ മരങ്ങൾ പ്രയോജനപ്പെടുന്നുമില്ല. എല്ലാം കൊണ്ടും അത്ര മനുഷ്യരൂപങ്ങളുടെ സ്ഥാനം മരങ്ങളെക്കാൾ താഴെയാകുന്നു എന്ന് കവി ഈ അധ്യായത്തിൽ പറഞ്ഞ് നിർത്തുന്നു. ഓവർ. ഇന്നത്തെ അവസാന കുറൽ 600. ഉരമൊരുവർക്ക് ഉള്ളുവെറുക്കൈ അതില്ലാർ മരം മക്കളാതലേ വേറു. അറിവിൻ ബലം മനോധൈര്യം അതില്ലാത്തോർ മരം അന്തരം രൂപമാത്രം. ഒരാളിലെ ശക്തി അവന്റെ ധൈര്യമാണ്. അതില്ലാത്ത മനുഷ്യർ മരങ്ങളെ പോലെയാണ്, വെറും മരങ്ങളെ പോലെ. ധൈര്യമെന്ന ഗുണം തന്നെ മനുഷ്യന് മഹത്വമാം. രൂപം മനുഷ്യനായാലും ധൈര്യമില്ലാത്തവൻ തരു. വിവിധ ഉദാഹരണങ്ങൾ ധൈര്യവുമായി ബന്ധപ്പെട്ട് മുൻ കുറളുകളിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടു. നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ റഷ്യ എന്ന് പറയുന്ന വൻ ശക്തിക്ക് മുമ്പിൽ ഉക്രൈൻ എത്രയോ ചെറുതാണ്. പക്ഷെ ധൈര്യവാന്മാരായ അവർ റഷ്യയോട് പിടിച്ചു നിൽക്കുകയാണ്. ലോകത്തിലെ വളരെ വളരെ ചെറിയൊരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽക്കാരുടെ അപാര ധൈര്യം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ നമുക്കത് കാണുവാൻ സാധിക്കും. ബൈബിളിലേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ഒരു കഥയുണ്ട്. വളരെ ചെറിയവനായ ദാവീദ്, വളരെ ആജാനബാഹുവായ ഗോലിയാത്ത്. ഒരു കവണ കൊണ്ട് ഗോലിയാത്ത് ചിരിച്ചു ഇവനെ കണ്ടപ്പോൾ. ഒരു കവണ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാക്കത്തറ്റാലി എന്ന് പറയുന്ന സാധനം, അതുകൊണ്ട് അവൻ നേരിട്ടു ആജാനബാഹുവായ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി. വളരെയധികം കാര്യങ്ങൾ ഈ കുറലിൽ നമുക്ക് പഠിക്കാനുണ്ട്. നല്ലതിനായി ഉത്സാഹത്തോടെ ആഗ്രഹിക്കുക, ധൈര്യപൂർവം പ്രവർത്തിക്കുക. നിങ്ങൾ പരാജയപ്പെട്ടാലും അത് വിജയിക്കുന്നതിന് തുല്യമാണ്. ധൈര്യമുള്ളവർ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പതറുകയില്ല. അമ്പുകളുടെ ഒരു പ്രവാഹത്തിൽ കുഴിച്ചിട്ടാലും ആന ഒരിക്കലും തളരില്ല. തീഷ്ണതയില്ലാത്തവർ ഒരിക്കലും ധൈര്യവാനാണെന്ന് പ്രശംസിക്കപ്പെടുന്നതല്ല. ആന വളരെ വലുതാണ്, അതിന് മൂർച്ചയുള്ള കൊമ്പുകളുണ്ട്. എന്നിരുന്നാലും കടുവ ആക്രമിക്കുമ്പോൾ കൊമ്പൻ ഭയപ്പെടുന്നു. ശക്തമായ ധൈര്യമാണ് ഒരാളുടെ ശക്തിയും ജ്ഞാനവും. അതില്ലാത്തവർ വെറും മരങ്ങളാണ്. അവർക്ക് മനുഷ്യരൂപം ഉണ്ടെന്നത് മാത്രമാണ് ഒരു വ്യത്യാസം. ഒരുപക്ഷെ ചലിക്കുന്നും ഉണ്ടാകും. ഓക്കെ, ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ധൈര്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിയത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും വർത്തമാനകാല സാഹചര്യത്തിലെ രാഷ്ട്ര ലോക നിലനിൽപ്പിനും ഒക്കെ അത്യാവശ്യമാണ്. അതുകൊണ്ട് രാജാവിനോടൊപ്പം തിരുക്കുറളിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് രാജാവിനോടാണെങ്കിലും നമുക്കും ബാധകമാണ്. ഇന്ന് ഇതിൽ പങ്കെടുത്ത
ഇത് അങ്ങേറ്റം ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അതുപോലെ ഇതിന് മൊഴിമാറ്റം നടത്തി ചെയ്ത എല്ലാ ട്രാൻസ്ലേറ്റേഴ്സിനും പ്രത്യേകം നന്ദി. ഇത് അവതരിപ്പിച്ച മോഹൻ സാറിന് വളരെ നന്ദി. ഇതിന്റെ എല്ലാം സൂത്രധാരനായി പിന്നിൽ നിന്ന് ചരട് പിടിക്കുന്ന പ്രിയപ്പെട്ട ധൈര്യവാനായ സാബു സാറിന് അതിലേറെ നന്ദി. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. Tiruvalluvar's verse 600 powerfully asserts that courage is the true strength of a person, and without it, a human is no different from a lifeless tree. This profound truth was spectacularly demonstrated during India's struggle for independence. The Jallianwala Bagh massacre in 1990 serves as a stark example of this verse in action. Though hundreds of unarmed civilians were brutally killed, the incident did not break the spirit of the nation. Instead, it ignited a fierce flame of courage among the people. Leaders like Udham Singh, who later assassinated the official responsible for the massacre, embody the verse, proving that a person with courage can change the course of history. Ultimately, it was this newfound collective strength, the courage to stand up against injustice, that transformed a subjugated population into a free and sovereign nation. Through the timeless wisdom of the Tirukural, we learned that courage is the ultimate human virtue, the foundation of all other strengths. The verses on courage remind us that a person's true value is not measured by their wealth or status, but by their unwavering spirit in the face of adversity. This profound lesson was the very heart of India's independence movement, where our freedom fighters choose courage over comfort and freedom over fear. Their bravery transformed a seemingly insurmountable challenge into a historic victory, proving that a nation, like a person, is defined by its courage. Ultimately, the Tirukural's message and the story of our independence are one and the same. True strength lies not in might, but in the indomitable courage of the human heart. A small poem. In hearts of courage, a nation's soul, freedom's flame makes us whole. From ancient wisdom, a truth takes flight. Independence won in blaze of light. A legacy of strength forever bright. Thank you. I extend my deepest gratitude to Sabu sir, Nayanar sir, Joshi sir. Your generous support have made this entire endeavor possible. And to all the participants, George sir, Roy sir, Sheila Begum, Siddhodana sir, Anil Kumar sir, Sam Matthew, everybody. Thank you for your invaluable contributions and for making this truly enriching experience. Thank you very much. താങ്ക് യു മാം. തീർച്ചയായിട്ടും ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഫീച്ചർ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഈ പറയുന്ന ഇന്ന് നമ്മൾ കേട്ട ആ പോയിന്റ്, അല്ലേ? മനധൈര്യം.
അതില്ലെങ്കിൽ തീർച്ചയായിട്ടും മനോധൈര്യം, അതില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ റോൾ വളരെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യേണ്ട സമയമാണ്. അത് കൃത്യമായിട്ട് ചെയ്യാം. അപ്പം അതിന് ഒരു രാജതന്ത്രത്തിൻ്റെ തലമുണ്ട് എന്ന്, അല്ലേ, ഒരു രാജധർമ്മത്തിൻ്റെ തലമുണ്ട് എന്ന് തീർച്ചയായിട്ടും ചിന്തിപ്പിക്കുന്ന ഒരു തിരുക്കുറളിൻ്റെ മനോഹരമായ ഒരു അധ്യായമാണിത്. അപ്പം അത് ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത, അതെ അല്ലേ? ശരിയല്ലേ? അതെ അതെ. അത് ഇന്ന് തന്നെ വന്നല്ലോ സാറേ. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അത് എഴുതുമ്പോ എനിക്ക് തോന്നി ഈ മനോധൈര്യം ഇന്ന് വന്ന എത്ര നന്നായെന്ന്. കാരണം കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ പറ്റി. നമ്മൾ ചോദിക്കേണ്ട, അല്ലേ, അസർട്ടീവ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാൻ മടിക്കുമ്പോൾ ഈ പറയുന്ന ഒത്തിരി നെഗറ്റിവിറ്റി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നമുക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ചോദിക്കാനുള്ള ആ ധൈര്യം, അതാണ് മനോധൈര്യം എന്ന് പറയുന്നത്. തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്, ശരിയാണെങ്കിൽ ഓക്കെ എന്ന് പറയാനുള്ള അസർട്ടീവ്നെസ് പവർ, യെസ് ഓക്കെ, അല്ലേ, നോയും യെസ്സും പറയാനുള്ള ആ പവർ, അത് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സ്വന്തം കാര്യത്തിലും മാത്രമല്ല, നമ്മളൊരു കാര്യം കാണുമ്പം അത് ശരിയല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രതികരിക്കാനുള്ള ഒരു മനോധൈര്യം ഇപ്പം നശിച്ചു പോകുന്നുണ്ട് ആളുകൾക്ക്. അതിപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, പൊതുവായിട്ട് നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം വരും. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണല്ലോ സാർ. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പട്ടികളുടെ ഓഫ് ചെയ്യാം, നമ്മൾ അത് ഓപ്പണായിട്ട് സംസാരിക്കേണ്ട. ഒരു സെക്കൻഡ്. മടിയില്ലായ്മ, ലേസിനെസ്, മടിയിന്മൈ, ആലസ്യം ഇല്ലായ്മ. ഇപ്പൊ ലേസിനെസ് അല്ലല്ലോ, പുതിയ തലമുറ ചെയ്യാറേ ഇല്ല, അവരത് ശ്രദ്ധിക്കുന്നില്ല.